ഇവളാണ് ലേറ്റ് ആയത്. ഞങ്ങൾക്ക് ട്രാം മിസ്സായി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതെന്താ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? ഓക്കെ, എന്തോ ആവട്ടെ. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ പക്കപ്പിറന്നാളാണ്. പക്കപ്പിറന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാള് വെച്ചുള്ള പിറന്നാൾ. അപ്പോൾ ഇപ്പം നാട്ടിലായിരുന്നുണ്ടായിരുന്നേ ഞാനിപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടാകും. ഇതിപ്പോൾ വൈകുന്നേരമായി. ഓക്കെ, രാവിലെ തന്നെ അമ്മ എണീക്കുമ്പോൾ തന്നെ പറയും ഹാപ്പി ബർത്ത്ഡേ ദേവൂട്ടി എന്നൊക്കെ പറഞ്ഞായിരിക്കും വന്ന് കഥകളൊക്കെ തുറന്നൊരു ഉമ്മയൊക്കെ തരും കേട്ടോ. എന്നിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പറഞ്ഞു വിടും. അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും അമ്മ നല്ല ഇഡലിയോ സാമ്പാറോ അല്ലെങ്കിൽ ദോശ സാമ്പാറോ, അതാകുമ്പോൾ കുറച്ച് എളുപ്പമാണല്ലോ. അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്കത്തേക്ക് നല്ല സദ്യ ഉണ്ടാക്കുക. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വലിയ 16 കൂട്ടം കറി അങ്ങനൊന്നും ഇല്ല. ഒരു 2-3-4 കറി കാണും. പിന്നെ പക്ഷേ പായസമല്ല സോറി, പപ്പടവും പരിപ്പും നെയ്യും എന്തായാലും നിർബന്ധമായിരിക്കും അന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കും. എന്നിട്ട് ആദ്യത്തെ വായ എപ്പോഴും അമ്മ തന്നെയായിരിക്കും വായി തരുന്നത് കേട്ടോ. ഇതിപ്പം എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ മാത്രമല്ല, എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും എല്ലാം അമ്മ തന്നെയായിരിക്കും നമുക്ക് ആദ്യത്തെ നമുക്ക് ആ ഇലയിൽ നിന്ന് എടുത്തിങ്ങനെ, അത് ഇലക്കകത്തേ തരത്തുള്ളൂ കേട്ടോ. ഇലക്കകത്തുനിന്ന് എടുത്ത് വായിലൊക്കെ വെച്ചു തരും കേട്ടോ. എന്നിട്ട് എന്താ പറയുക, ഒരു പ്രാവശ്യം ഇതുപോലെ അമ്മ വിളമ്പുന്നതിൻ്റെ ധൃതിയിലായിരുന്നു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, അമ്മ വായി തന്നിട്ട് വേണമല്ലോ ബാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അമ്മ അത് വിട്ടിട്ട് അമ്മ അടുക്കളയിലോട്ട് അങ്ങ് പോയി. ഞാൻ അവിടെ ഇരുന്ന് വിളിച്ചു, അമ്മ എവിടെ, എനിക്കിത് വായി തനിക്ക് വിശക്കുന്നു. എന്നിട്ട് അമ്മ അടുക്കളയിൽ നിന്ന് വന്നിട്ട് എനിക്ക് എടുത്ത് വായി തന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈഫിൻ്റെ ഓരോ റിയാലിറ്റി ആണല്ലോ ഇത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സമയത്ത് എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് എനിക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്കിവിടെ ഞാൻ വന്നതേ ഉള്ളൂ, എനിക്ക് അമ്പലം എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് സ്ഥലങ്ങളൊന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അമ്പലമൊക്കെ കണ്ടുപിടിച്ചു, അടുത്തുള്ള ഒരു അമ്പലം. പക്ഷെ നമ്മുടെ നാട്ടിലെ അമ്പലമായിട്ട് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ പാടില്ല. ഇതൊരു ശ്രീലങ്കൻ തമിഴ് അങ്ങനെ ഒരു അമ്പലമാണ്. എല്ലാ പ്രതിഷ്ഠ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടുമിക്ക എല്ലാ ദൈവങ്ങളും ഉണ്ട് അവിടെ. അപ്പം ഞാൻ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട് ഈ അമ്പലത്തിൽ. അപ്പം ഇപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ 6:15 പോയി. പക്ഷെ ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞു നേരത്തെ വീട്ടിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ കുളിച്ചു, ഒരുങ്ങി. ഇനി നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. ഞങ്ങളാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പ്ലാൻ ചെയ്ത് നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ എന്ന്. പക്ഷെ നടക്കത്തില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടിച്ച് അത് മുടങ്ങി പോവായിരുന്നു. അപ്പം ഇന്ന് മുടങ്ങില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. സോ വെൽക്കം. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എങ്ങനെ എടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ നമ്മളുടെ ഒരു ഇതിന് അവിടെ ഇവിടെ ഓരോ മിനുക്കോണി ചെയ്തങ്ങ് പോണു, അത്രയേ ഉള്ളൂ. മേക്കപ്പ് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാവുന്നവർ ഒരിക്കലും ഇത് കണ്ട് തന്നെ ജഡ്ജ് ചെയ്യരുത്. പിന്നെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുന്നവർ അവരെങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്? എന്തുമാത്രം ക്ഷമ വേണമെന്നറിയാമോ? പിന്നെ ആ ഒരു വെട്ടം അത് ഭയങ്കര രസമുണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ അവിടെ പോയിരുന്നത്. കൊള്ളാം എന്താണേലും. അങ്ങനെ മുടുക്കിയായി അല്ലേ, സമാധാൻ ഹേ. ഇനി നമുക്ക് മുടി കഴിക്കാം. ഇത് നല്ല നനഞ്ഞിരിക്കുകയാണ്, നല്ലതായിട്ട് നനഞ്ഞിട്ടുണ്ട്. സോ മുടി ചെയ്യാം. യെസ്, ഞാൻ നേരത്തെ റെഡിയായി, നിങ്ങൾ കണ്ടതാ. ഇവരാണ് ലേറ്റ് ആയത്. ഞാൻ മാത്രമല്ല, ഒരാളുണ്ട് ഇപ്പോൾ വരും. അപ്പോൾ 51-ന്റെ ട്രാമിന് നമ്മളിപ്പോൾ 51 ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. എന്തോ ഭാഗ്യത്തിന് ട്രാം ലേറ്റ് ആണ്. ഇവളാണ് ലേറ്റ് ആയത്. ഗൈസ്, ഞങ്ങൾക്ക് ട്രാം മിസ്സായി. ഈ ട്രാം അല്ല, നമുക്ക് അങ്ങോട്ടാ പോണ്ടേ. ട്രാം മിസ്സായി. ഒറ്റ പ്രാവശ്യം കാണിക്കേ. എന്താടാ അത് ആ വരലല്ലോ, മറ്റേ വരല. നീ ഒന്ന് ക്യൂട്ട്നെസ് വരിച്ചേ.
സോ ഗൈസ്, ഇതാണ് എൻ്റെ എൻസൈക്ലോപീഡിയ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതായത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിനോട് ഇത് ഗൈസ്, ഞാൻ ഈവനിങ് തൊട്ട് ഞാൻ ഒരുങ്ങിയിരുന്നത് എന്ത് ഇപ്പം രാത്രി 5 മണി എന്തൊക്കെ രാത്രി എന്നിട്ട് കൂടുതൽ പറയണ്ട. ഞാൻ ഒരുങ്ങിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരുങ്ങി വീട്ടിൽ എല്ലാം റെഡിയായി ഇരുന്നിട്ട് അല്ല ഗൈസ്, അല്ല അതെനിക്ക് വീഡിയോ എടുക്കൊണ്ടേ ഞാൻ നേരത്തെ റെഡി ആയത്. അതിന് ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ വന്നിട്ടാണ് ഗൈസ് ഇവര് റെഡി ആയത്. പിന്നെ പറഞ്ഞിട്ട് 10 കിലോമീറ്റർ അപ്പുറം വീട് മിക്കത്താണ് വീട്. സോറി ഗൈസ്. ഗൈസ്, അതാണ് അമ്പലം. ഞങ്ങൾക്ക് അന്ന് വന്നപ്പോ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇവിടെ. ഇതെന്താ റോഡില്ല ശരിക്കും. അവര് അമ്പലത്തിൽ പോവാ. എടാ പോടാ, എങ്ങോട്ടാ? യോ ആ ചേച്ചി ഇതൊരു കയറാടി. ശരിയല്ല, ഇതിവിടെ ട്രാമിൻ്റെ എന്തെങ്കിലും പണിയാണ്. കിട്ടി ഗൈസ്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. ഇത് ഞാൻ പറഞ്ഞ ഒരു തമിഴ് അമ്പലം, തമിഴ് ശ്രീലങ്കൻ ഒരു ടെമ്പിളാണ്. ഓക്കെ, അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഗൈസ്, ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി. കണ്ട ചന്ദനമൊക്കെ കണ്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളവരെല്ലാം ശ്രീലങ്കൻസും തമിഴ്സും അങ്ങനെയുള്ളവരായിരുന്നു. അപ്പം പൂജാരി ഞങ്ങളോട് വന്നിട്ട് ചോദിച്ചു എവിടുന്നാ എന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു ഇതുപോലെ. അപ്പോൾ എപ്പോഴും വരാറുണ്ട്, ഒരു കാണാറേ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എങ്കിൽ വരണമെന്ന് പറഞ്ഞ് എന്നെ അകത്തോട്ടൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് പ്രത്യേകം പ്രാർത്ഥിച്ച് നെറ്റിക്ക് ഇതൊക്കെ തൊട്ടൊക്കെ തന്നു. സോ ഗ്രേറ്റ്ഫുൾ. പിന്നെ എന്താ പറയുക, എനിക്ക് സാമ്പാർ സാധം കിട്ടി. അത് ഇവിടുത്തെ പ്രസാദം കേട്ടോ. ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾക്ക് ഇത് കിട്ടിയായിരുന്നു. അങ്ങനെ സാമ്പാർ സാധം കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതി ഇവിടെ എന്തോ സ്പെഷ്യൽ പൂജയുണ്ട്, ഞായറാഴ്ച. അതായത് അന്ന് തൈപ്പൂയമാണ്. അപ്പം സ്പെഷ്യൽ പൂജയുണ്ട്. അതിനു വേണ്ടി ഇൻവൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇവിടെ വെട്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ നിന്ന് സംസാരിച്ചു. ഇപ്പം കണ്ട എൻ്റെ മുഖമൊന്നും കാണത്തില്ല. സോ വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അവിടെ എന്തോ പറ്റിയിട്ടുണ്ട്, എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. പിന്നെ കുറച്ച് നേരം കൂടെ ഞാൻ ആ വീഡിയോ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെന്നെ പിടിച്ച് ആ വണ്ടിക്കകത്തിട്ടുണ്ട് പോയേനെ. അങ്ങനെ ഞങ്ങൾ നേരെ ട്രാം സ്റ്റേഷനിൽ എത്തിയിരുന്നു. എൻ്റെ അപ്പുറത്തൊരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നേ. അവൾ എന്നെ തന്നെ സൂക്ഷിച്ച് നോക്കുവാന്ന്. ചിലപ്പോൾ ചുരിദാറൊക്കെ ഇട്ട് കണ്ടുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ട്രാം ലേറ്റായി ലാസ്റ്റ് ഒരെണ്ണം കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്കിത് കൂടെ ഒരു സാധനത്തെയും കൂടെ കിട്ടി. എന്നൊരു പാവമായിരുന്നു കേട്ടോ. ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കിടക്കട എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായിട്ടൊന്നുമല്ല, പാവത്തിന് ക്ഷീണം കൊണ്ട് അങ്ങ് കിടന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എന്നെ കണ്ടറിയാം, ഞാൻ നല്ലപോലെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. സോ ടയേർഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം ഉണ്ട്. തൈര് സാദം എന്നാണ് വന്നത്, സാമ്പാർ സാദം ഉണ്ട്. സോ നമുക്ക് സാമ്പാർ സാദം കഴിക്കാം. ഗൈസ്, ഇതായിരുന്നു സാമ്പാർ സാദം. ഇതിനകത്ത് ഞാൻ കുറച്ച് തൈരും അച്ചാറും കൂടി എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോ ഗൈസ്, ദാറ്റ് വാസ് മൈ കുട്ടി പിറന്നാൾ വ്ലോഗ്. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല അല്ലെ ഇതിനേക്കാൾ നല്ല വ്ലോഗുമായിട്ട് വരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.